सहनौ भुनक्तु सह वीर्यं करवावहे तेजस्विनावधीतमस्तु मा विद्विषावहे। ओम शांति शांति शांति। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविंदाय नमो नमः। गोविंदाय नमो नमः। ആദിശങ്കര ഭഗവത്പാദകൃതം ഗോവിന്ദാഷ്ടകം. ആദ്യത്തെ 4 ശ്ലോകം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. സത്യം ജ്ഞാനമാനന്ദം നിത്യമനാകാശം പരമാകാശം ഗോഷ്ടപ്രാങ്കണരിംഗണലോലമനായാസം പരമായാസം. മായാകൽപ്പിതനാനാകാരം അനാകാരം ഭുവനാകാരം ശ്മാമാനാഥമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. മൃത്സ്നാമത്സ്യേഹേതി യശോദ താടനശൈശവസന്ദ്രാസം വ്യാധിതവക്ത്രാലോകിതലോക ലോകചതുർദശലോകാലിം ലോകത്രയപുരമൂലസ്തംഭം ലോകാലോകമനാലോകം ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ത്രൈവിഷ്ടപരിപുവീരത്നം ക്ഷിതിഭാരത്നം ഭവരോഗഘ്നം കൈവല്യം നവനീതാഹാര മനാഹാരം ഭുവനാഹാരം വൈമല്യസ്ഫുടചേതോ വൃത്തി വിശേഷാഭാസമനാഭാസം ശൈവം കേവലശാന്ത പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോപാലം ഭൂലീലാവിഗ്രഹ ഗോപാലം കുലഗോപാലം ഗോഭീഖേലന ഗോവർദ്ധന ധൃതി ലീലാലാളിത ഗോപാലം ഗോഭിർനിഗദിത ഗോവിന്ദ സ്ഫുടനാമാനം ബഹുനാമാനം ഗോപീ ഗോചരദൂരം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം
ഭജ ഗോവിന്ദം പരമാനന്ദം. നമോ നാരായണ. ഭഗവാൻ ആദിശങ്കരാചാര്യ സ്വാമികൾ ഗോവിന്ദനെ പ്രണമിക്കൂ. എന്തിനു വേണ്ടി പ്രണമിക്കണം? പരമാനന്ദദായകമാണ് ഗോവിന്ദൻ എന്ന സ്വരൂപൻ, അല്ലെ പരമാത്മാവ് ഗോവിന്ദൻ എന്ന രൂപത്തോടു കൂടിയിരിക്കുന്ന അത് സാക്ഷാൽ പരമാത്മ സ്വരൂപൻ തന്നെയാണ്. ആരാണോ അത് അറിഞ്ഞുകൊണ്ട് പ്രണമിക്കുന്നത് അവർക്ക് മുക്തി, അല്ലെ പരമാനന്ദം എന്ന ഫലം. നമ്മൾ 3 ശ്ലോകങ്ങൾ കണ്ടു. അടുത്ത 4ാമത്തെ ശ്ലോകം പാരായണം അന്വയം കണ്ടു. നമുക്ക് ഓരോ വാക്കുകൾ കാണാം. ഒന്നാമത്തത് ഗോപാല പ്രണമത ഗോവിന്ദം. ഗോപാലനായിരിക്കുന്ന ഗോവിന്ദനെ പ്രണമിക്കൂ, അല്ലേ? ഇവിടെ ഗോപാലം എന്ന് പാലിക്കുക എന്ന് വെച്ചാൽ അറിയാലോ, സംരക്ഷിക്കുക. ഗോ എന്ന വാക്കിന് ഈ സന്ദർഭത്തിൽ 4ാം ശ്ലോകത്തിൽ ഗോ എന്ന വാക്കിൻ്റെ അർത്ഥം വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭൂമി എന്നാണ്. പല അർത്ഥങ്ങളും നമ്മൾ കണ്ടു. ഇവിടെ ഭഗവത്പാദൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ആനന്ദഗിരി എന്ന് പറഞ്ഞൊരു മഹാത്മാവുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആനന്ദഗിരി എന്ന് പറഞ്ഞാൽ ചേരവംശത്തിൽ ജനിച്ച ഒരു ചേരവംശം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇപ്പോഴത്തെ കോയമ്പത്തൂർ പാലക്കാട് അതിർത്തി ഭാഗങ്ങൾ, പണ്ടത്തെ ചേരനാട്, അവിടെ ജനിച്ച ഒരു മഹാത്മാവാണ്. അതിനുശേഷം അദ്ദേഹം ഭഗവത്പാദരുടെ ദർശനം ഉണ്ടായി ഹിമാലയത്തിലേക്ക് വരികയായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, എന്തൊക്കെയാണോ ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികൾ ചെയ്ത വർക്കുകൾ അതിനൊക്കെ ലളിതമായ രീതിയിൽ ഭാഷ്യം എഴുതി. ഭാഷ്യം എന്ന് വെച്ചാൽ കമൻ്ററി എഴുതി. അപ്പോൾ ശിഷ്യന് ഗുരു തന്നെ പറഞ്ഞു കൊടുത്ത അർത്ഥങ്ങളാണെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ദശനാമികളെല്ലാം, അതായത് ശങ്കര പരമ്പരയെല്ലാം അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യാഖ്യാനമുണ്ട് ഗോവിന്ദാഷ്ടകം. അതിന് ആനന്ദഗിരി മഹാരാജ് പറയുന്നത് ഇതാണ്: ഗോപാലം. ഈ 4ാമത്തെ ശ്ലോകത്തിൽ ഗോ എന്ന വാക്കിൻ്റെ അർത്ഥം ഭൂമി എന്നാണ്. ഭൂമിയെ പാലിക്കുന്നവനെ. എന്തിനു വേണ്ടി നമ്മൾ വെറുതെ ഇങ്ങനെ ടൂണി ചൊല്ലുക? എന്തിനു വേണ്ടി ഇത് ചൊല്ലുമ്പോൾ നമ്മുടെ ഭാവന എന്തായിരിക്കണം? അല്ലയോ ഭഗവാൻ ഗോപാല, അല്ലെങ്കിൽ ഗോവിന്ദ, ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു. ഞാനും സർവചരാചരങ്ങളടങ്ങിയ ഈ ഭൂമിയിലെ ഒരു ജീവാത്മാവാണ്. എനിക്ക് സ്വന്തമായി അസ്തിത്വമില്ല, നിലനിൽപ്പില്ല. ഭൂമി ഉള്ളത് കൊണ്ട്, വായു ഉള്ളത് കൊണ്ട്, അഗ്നി ഉള്ളത് കൊണ്ട്, ജലമുള്ളത് കൊണ്ട് ഞാനും എൻ്റെ ഈ ശരീരത്തിനെ ഇവിടെ നിലനിർത്തുന്നു, പോഷിപ്പിക്കുന്നു. അതിന് അങ്ങയോട് ഉള്ള കൃതാർത്ഥത, അല്ലേ, ആ ഭാവം ഉണ്ടാവുക വേണം. അതാണ് ഇവിടെ ഗോപാലം പ്രണമത ഗോവിന്ദം. എങ്ങനെയാണോ ഭൂമിദേവിയെ സംരക്ഷിക്കുന്നത്, അതുപോലെ അങ്ങ് എന്നെയും സംരക്ഷിക്ക വേണേ, സർവചരാചരങ്ങളെയും സംരക്ഷിക്കുന്ന നാഥ എന്നുള്ള ഭാവാർത്ഥം എടുക്കണമെന്നാണ് വ്യാഖ്യാനത്തിൽ പറയുന്നത്. ഗോപാലം പ്രണമത ഗോവിന്ദ. നമ്മളുടെയൊക്കെ കുഴപ്പം എന്തെന്നറിയോ? ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മയാണ്, കൃതജ്ഞത. ഈ സെമിറ്റിക് മതങ്ങൾ, അവരുടെ ഒരു നന്മ ഞാൻ കണ്ടത്. ഞാൻ സ്കൂളിലൊക്കെ ഈ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്, പൂർവാശ്രമത്തിൽ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് രാവിലെ 1ാം ക്ലാസ്സിൽ പഠിച്ചാലും 10ാം ക്ലാസ്സിലാണെങ്കിലും രാവിലെ ചെല്ലുമ്പോഴേ അവർ നമ്മളെ ചാപ്പലിൽ കൊണ്ടുപോകും. അവിടെ മെഴുകുതിരി കത്തിച്ച് അവിടെ എങ്ങനെയാണ് പ്രാർത്ഥന തുടങ്ങുകയെന്ന് വെച്ചാൽ, ഇന്നത്തെ ദിവസം സ്കൂളിലേക്ക് വരാൻ സാധിച്ചതിന് നന്ദി പറയുന്നു എന്നുള്ള ആ ഭാവം അവിടെ പഠിപ്പിക്കാൻ. വേറെ എവിടെയും ഞാനത് കണ്ടിട്ടില്ല. നമുക്ക് ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ടാകും, പക്ഷെ ഇത് വളരെ നിഷ്ഠയോടുകൂടി പറഞ്ഞു തന്നിരുന്നു. എങ്ങനെയാണ് ഇന്നത്തെ ദിവസവും സ്കൂളിൽ വരാൻ സാധിച്ചത്, അല്ലെ നമ്മളാകുമ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ദിവസവും കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധിച്ചതിന്, അല്ലെ, ഒരു ദിവസം കൂടെ ഭഗവാനെ എനിക്ക് അങ്ങേ ഓർക്കുവാൻ
ആയുസ് നീട്ടി തന്നതിന്, സാധന ചെയ്യുവാൻ, മോക്ഷാർത്ഥിയായി പ്രയത്നിക്കുവാൻ ഒരു ദിവസവും കൂടെ അവസരം തന്നതിന് കൃതാർത്ഥത. അതാണിവിടെ ഭൂമിയെ സംരക്ഷിക്കുന്നവൻ ഗോപാലൻ എന്ന് പറയുമ്പോൾ അല്ല, അതിൽ എന്നെയും സംരക്ഷിക്കുന്നുണ്ട്, അതിൽ ഉൾപ്പെട്ടയാളാണ് ഞാനും. അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് കൃതാർത്ഥത സമർപ്പിക്കുന്നു, അർപ്പിക്കുന്നു എന്നുള്ള ഭാവം ഭഗവത്പാദർ ഇവിടെ നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രണമത ഗോവിന്ദം. രണ്ടാമത്തെ ലക്ഷണം എന്താണ്? ഭൂലീലാ വിഗ്രഹ ഗോപാലം. വിഗ്രഹം എന്ന് വെച്ചാൽ രൂപം. നമ്മൾ കാണുന്ന പ്രതിമ ആ വിഗ്രഹമല്ല, വിഗ്രഹം എന്ന് വെച്ചാൽ രൂപം എന്നുള്ള അർത്ഥം. ഭൂലീലാ വിഗ്രഹം എന്ന് വെച്ചാൽ എന്താണ്? ഭൂലീലകളാടുവാനായി, അതാണ് ഭൂലീല. ഭൂമിയിൽ ലീലകളാടുവാനായിട്ട് അല്ലയോ ഭഗവാനെ അങ്ങ് രൂപമെടുത്തവൻ. ഇതാണ് വിഗ്രഹം എന്ന് വെച്ചാൽ രൂപമെടുക്കും. അല്ലയോ ഭഗവാനെ അങ്ങ് ഭൂമിയിൽ അവതരിച്ചുകൊണ്ട്, അത് ഒരു നിമിഷത്തെ അവതാരമായിക്കോട്ടെ, അല്ലെങ്കിൽ 100 ചില്ലാനം വർഷങ്ങൾ എടുത്ത അവതാരം, അത് ഏതും അവതാരമായിക്കോട്ടെ അല്ലേ. ഭഗവാൻ ഒരു നിമിഷത്തിന് വന്നു പോയ അവതാരങ്ങളുണ്ട്. നൃസിംഹമായിക്കോട്ടെ, വാമനായിക്കോട്ടെ, അതൊക്കെ ഭൂലീലകളാടാൻ വേണ്ടി വന്നതാണ്. അല്ലെങ്കിൽ രാമകൃഷ്ണാദി അവതാരങ്ങളായിക്കോട്ടെ, അതൊക്കെ ഞാനിവിടെ സ്മരിക്കുന്നു. അതിനായിക്കൊണ്ട്, അതിനെ ഓർമ്മിച്ചുകൊണ്ട് അല്ലയോ ഭഗവാനെ ഞാൻ അങ്ങയെ പ്രണമത ഗോവിന്ദം, അങ്ങയെ ഞാൻ ആ അവതാരങ്ങളൊക്കെ സ്മരിച്ചുകൊണ്ട് ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു. അതാണ് ഭൂലീലാ വിഗ്രഹ ഗോപാൽ. ഭൂമിയിൽ ലീലകളാടുവാനായി ഗോപാല സ്വരൂപനായി. അവിടെ ഗോപാലം എന്ന വാക്കിന് 10 അർത്ഥവും എടുക്കാം നമുക്ക്. ഗോപാല സ്വരൂപനായി, കൃഷ്ണരൂപിയായി അല്ലേ. ലീലകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം. ഭഗവാൻ ആടിയ ലീലകൾക്ക് കൈയും കണക്കുമില്ല. ആ ലീലകളൊക്കെ ഭഗവാനെ ഞാനിവിടെ സ്മരിക്കുന്നു. പ്രണമത ഗോവിന്ദം പരമാനന്ദം. അടുത്തത് മൂന്നാമത്തെ ലക്ഷണം, കുലഗോപാലം പ്രണമത ഗോവിന്ദം. അതായത് ഗോപാല കുലത്തിൽ അവതരിച്ചവനെ അല്ലേ. അതായത് നന്ദഗോപരുടെയും യശോദാമാതാവിൻ്റെയും കുലം, ആ കുലത്തിൽ ഭഗവാനെ അങ്ങ് വന്ന് തൻ്റെ സ്വശരീരത്തോടു കൂടി വന്ന് അവതരിച്ച് അവരെയൊക്കെ സന്തോഷിപ്പിച്ചവനെ, അങ്ങനെയുള്ള അതിനെയും ഞാൻ ഓർക്കുന്നു. കാരണം എപ്പോഴും എനിക്ക് സത്യം, ജ്ഞാനം, അനന്തമൊന്നും ഓർക്കാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഭഗവാനെ ഈ ലക്ഷണങ്ങളൊക്കെ, ഭഗവാന്റെ ബാലലീലകൾ, അവതാര ലീലകൾ, ഇതൊക്കെ സ്മരിക്കുന്നു. ആ സ്മരിച്ചുകൊണ്ട് ഞാൻ പ്രണമിക്കുന്നു. അങ്ങനെയുള്ള ഗോവിന്ദനെ പ്രണമിക്കുന്നു. എനിക്ക് ആ സ്മരണ പരമാനന്ദദായകമാണ്. ആ പരമാനന്ദത്തെ എന്നിലേക്ക് സാംശീകരിക്കുവാനായി ഈ ലീലകളെ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങയെ സ്മരിക്കുന്നു, അങ്ങയെ പ്രണമിക്കുന്നു. എൻ്റെ നമസ്കാരം സ്വീകരിച്ചാലും. കുലഗോപാലം പ്രണമത ഗോവിന്ദം. അടുത്തത് ഗോപീഖേലനം. ഖേലനം എന്ന് വെച്ചാൽ കളിക്കുക അല്ലേ. നമ്മൾ ഹിന്ദിയിലും അങ്ങനെ പറഞ്ഞാൽ ഖേലിനെ ഖേലി അല്ലേ. സംസ്കൃതം ഖേ എന്ന റൂട്ടിൽ നിന്ന്, ധാതുവിൽ നിന്നുണ്ടായ പദമാണ്. ഖേലനം ചെയ്യുക എന്ന് വെച്ചാൽ ലീലകളാടുക എന്ന് തന്നെയാണ് ഒരർത്ഥം, കളിക്കുക. ഗോപീഖേലനം എന്ന് വെച്ചാൽ ഗോപികളോടൊപ്പം വൃന്ദാവനത്തിൽ സ്വയം മറന്ന് ലീലയാടിയവനെ, കളിച്ചവനെ. അതായത് ഭഗവാന്റെ ആ കളികളൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. പക്ഷേ രാധയോടൊപ്പം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗോപന്മാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഗോപികളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഭഗവാൻ എന്താണ് അവിടെ അദ്വൈതമാണ് നമുക്ക് പറഞ്ഞു തന്നത് അല്ലേ. എൻ്റെ സുഹൃത്തുക്കൾ കുലമില്ല, ഗോത്രമില്ല, ജാതിയില്ല, വർണ്ണമില്ല, അവരെല്ലാം ഭഗവാൻ ഒരേപോലെ കാണുകയാണ് ചെയ്തത്. അത് ഈ ഒരു സ്മരണയിലൂടെ, ഗോപീഖേലനം എന്ന ഈ
ഭഗവാനെ അങ്ങയുടെ സ്വരൂപത്തെ ഓർത്തുകൊണ്ട് ഞാൻ പ്രണമിക്കുമ്പോൾ എന്നെയും എന്താണ് ആ സർവാത്മഭാവത്തിലേക്ക് ഉയർത്തണേ, അല്ലെ എൻ്റെ മനസ്സും അത്രമാത്രം വിശാലമാക്കി തരണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അല്ലാണ്ട് ഭഗവാൻ ഗോപികളോടൊപ്പം കളിച്ചു അങ്ങനെ ചെയ്തു, അല്ലേ, പശുക്കളെ മേയിച്ചു, അല്ലെങ്കിൽ എന്താ പറയുക വെണ്ണകെട്ട്, അതൊക്കെ പറയാനൊക്കെ എളുപ്പമാണ്. പക്ഷെ ആ കഥകൾ കേട്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എനിക്ക് ദുഃഖമായിട്ട് എന്താ കാര്യമോ? കഥകളൊക്കെ കേട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഥകൾ കേട്ട്, പക്ഷെ ദുഃഖം മാറണ എന്താണ്? ആ സർവാത്മഭാവം എന്നിലും ഉണ്ടാക്കി തരണേ, അതിനായിക്കൊണ്ട് പ്രണമത ഗോവിന്ദം, അല്ലേ. അഞ്ചാമത്തെ ലക്ഷണം 4 വരെയാണ് ഒന്നാം പാദം. ഗോപാലം ഭൂലീലാ വിഗ്രഹ ഗോപാലം കുലഗോപാലം. അതിൽ 4 1 2 3 4. അടുത്ത ഗോപികേലന 4ാമത്തെ ലക്ഷണം. അടുത്തത് ഗോവർദ്ധന ധൃതി ലീലാലാളിത ഗോപാലം. അത് മുഴുവൻ ഒറ്റ ലക്ഷണമാണ്. 5ാമത്തെ ലക്ഷണം ഗോവർദ്ധന ധൃതി ലീലാലാളിത ഗോപാല. ഇവിടെ വ്യാഖ്യാതാവ് എങ്ങനെയാണ് പറയുന്നതെന്ന് അറിയാം. ഞാൻ സംസ്കൃതമാണ്, ഒന്ന് വായിക്കുക, നിങ്ങൾക്ക് മനസ്സിലാകുന്ന സംസ്കൃതം തന്നെയാണ്. ഛത്രഃ ഹം ഇവ ബാലകഃ. ഛത്ര എന്ന് വെച്ചാൽ കൊട, അല്ലേ. ഛത്രഃ ഹം ഇവ ബാലകഃ, അതായത് ആ ഗോവർദ്ധനോദ്ധാരണം പറയുകയാണ്. എങ്ങനെയാണോ ഒരു ബാലകൻ അറിയാലോ, ചെറിയ കുട്ടി, ഒരു ചെറിയ കുട്ടി എങ്ങനെയാണോ കൊട നിവർത്തുന്നതെന്ന് അത്രയും അനായാസമായിട്ട്. നല്ല രസമാണത് ആ ഒരു പദപ്രയോഗം. ഛത്രഃ ഹം ഇവ ബാല. ഇവ എന്ന് വെച്ചാൽ അതുപോലെ എഫേർട്ടൊന്നും ഇല്ലാതെ ഒരു കുട്ടി, അവളെ ചെറുപ്പത്തിലൊക്കെ ഇല്ലേ പൂക്കടയും ഈ ഫിസിലുള്ള കുടയൊക്കെ കിട്ടുവാൻ, നമ്മളെങ്ങനെ അത് കൊണ്ടുപോകാൻ വലിയ ഇഷ്ടമാണ്. ആരുടെ സഹായമൊന്നും വേണ്ട, നമ്മളത് നിവർത്തും. അതുപോലെ സഹായമൊന്നും വേണ്ടാതെ ഭഗവാൻ എന്ത് ചെയ്തു? ഗോവർദ്ധന ധൃതി ചെയ്യാന്ന് വെച്ചാൽ ഉയർത്തുക. ഗോവർദ്ധനം എന്ന പർവ്വതത്തെ, അല്ലെ, ഗോവർദ്ധനോദ്ധാരണം എന്ന ലീലയാണ് ഈ സന്ദർഭത്തിൽ ആചാര്യസ്വാമികൾ സ്മരിക്കുന്നത്. ഒരു പ്രയാസവുമില്ലാതെ, അല്ലെ, ആ കഥ അറിയാലോ, ഇന്ദ്രൻ മഴ പെയ്യിച്ചത് ഇത്യാദി ഇത്യാദി, അല്ലേ. പിന്നെ ഗോപികളെല്ലാം കൂടെ എന്ത് ചെയ്ത് അവരാണ് ഭഗവാനെ സഹായിക്കുന്നതെന്നുള്ള രീതിയിൽ അവർ വന്ന് കമ്പും കോലും ഒക്കെ ആയിട്ട് ഭഗവാനെ സഹായിച്ചതും ഇത്യാദി ഇത്യാദി ലീലകൾ. ഇത് പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കഥകളൊക്കെ അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഭാവന ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് ഭാവനയോടുകൂടി ചെല്ലുമ്പോൾ നമുക്ക് അത് ധ്യാനമായി മാറും, മനനമായി മാറും. അല്ലാണ്ട് ഞാൻ വലിയ വലിയ ഗ്രന്ഥങ്ങളെ പഠിക്കുകയുള്ളൂ, അതൊന്നുമില്ല. ചെറിയ ഒരു ശ്ലോകമാണെങ്കിലും അതിൽ ഈശ്വര സ്മരണ നടത്താൻ സാധിച്ചാൽ അത് സാധനയാണ്. ഗോവർദ്ധന ധൃതി ലീലാലാളിത ഗോപാല. അല്ലയോ ഗോപാല, ഭഗവാനെ നാരായണ, അങ്ങ് എന്താണ് ലാളിതം. ലാളിതം എന്ന് വെച്ചാൽ ലളിതമായ. ഭഗവാൻ ഇത് നിസാരം എന്നുള്ള ആ ഒരു വാക്കാണ് കുറച്ചുകൂടെ അനുയോജ്യം. വളരെ നിസാരമായിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഈ ഗോവർദ്ധനോദ്ധാരണം എന്ന ലീലയാടി. ആ ലീലയാടിയവനെ അങ്ങക്ക് എൻ്റെ നമസ്കാരം. അല്ലേ, അപ്പോൾ ഈ ഗോവർദ്ധനത്തിനെ ഉദ്ധരിച്ചവൻ എന്ന് കൊണ്ട് നമുക്ക് അവിടെ ഒരു പർവ്വതം ഉണ്ടായിരുന്നു. ഭഗവാൻ സർവജ്ഞൻ, ഭഗവാൻ എല്ലാം സാധിക്കും. അതല്ല, ഈ ഒരു ലീലയിലൂടെ നാമാകുന്ന സാധകരുടെ ഭാവന എന്തായിരിക്കണം? ഭഗവാനെ, ഞാൻ ഈ പർവ്വതം പോലെ കട്ടിപിടിച്ച് നിൽക്കുകയാണ്, അല്ലേ. എൻ്റെ വാസനകൾ, അല്ലേ, എൻ്റെ പ്രാരബ്ധങ്ങൾ, രാഗദ്വേഷങ്ങൾ, ഭഗവാൻ ഇതിനെയൊക്കെ ഉദ്ധാരണം ചെയ്ത് ഉയർത്തിക്കൊണ്ട് എന്നെ സാധനയിൽ
കരകയറ്റണേ എന്നുള്ള ഭാവനയായിരിക്കണം. അല്ലാണ്ട് ഭഗവാൻ ദ്വാപരയുഗത്തിൽ അത് ചെയ്തു, എനിക്കിപ്പോൾ എന്താ പ്രയോജനം, ഗോവർദ്ധനധാരി എന്ന് വിളിച്ചിട്ട് എന്താ പ്രയോജനം? ഈ പ്രയോജനം ഉണ്ടാക്കി തരണേ ഭഗവാനെ, എന്നെ അജ്ഞാനത്തിൽ നിന്നും ഉദ്ധാരണം ചെയ്യണം. ഉദ്ധാരണം ചെയ്യുന്ന വെച്ചാൽ ഉയർത്തുക ചെയ്യണേ. അതിനായിക്കൊണ്ട് ഞാൻ അങ്ങയെ ഈ ലക്ഷണങ്ങൾ, ഏത് ലക്ഷണം? ഗോവർദ്ധന ധൃതി ലീലാലാളിതം എന്ന ലക്ഷണത്തോടു കൂടി പ്രണമിക്കുന്നു. അങ്ങക്ക് ഇതൊക്കെ നിസാരമാണ്. അങ്ങക്ക് കോടിക്കണക്കിന് ഭക്തരുണ്ട്, കോടിക്കണക്കിന് ശിഷ്യന്മാരുണ്ട്. അവരെയൊക്കെ ഈ പർവ്വതത്തിനെ എത്ര നിസാരമാണോ, എഫേർട്ടൊന്നും ഇല്ലാതെയാണ് ഉദ്ധരിച്ചത്, അതുപോലെ അങ്ങക്കിത് നിസാരമാണ്. അതുകൊണ്ട് എൻ്റെ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ട് അങ്ങ് എന്നെയും അജ്ഞാനത്തിൽ നിന്നും ഉദ്ധാരണം ചെയ്യണേ. ആ പ്രാർത്ഥനയാണ് ഈ ലക്ഷണം ഭാവന ചെയ്യുമ്പോൾ. നമ്മൾ വൃന്ദാവനത്തിലൊക്കെ പോയവർക്കറിയാം, വലിയൊരു പരിക്രമണമാണത് അല്ലേ, ഗോവർദ്ധന പരിക്രമണം. നമ്മൾ അവിടുന്ന് മണ്ണൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ വെക്കും, അത് നമ്മൾ തിലകമായിട്ടൊക്കെ ഉപയോഗിക്കും. വളരെ പവിത്രമായ കാര്യം. അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, ഈ കൃഷ്ണഭക്തർ, ഭഗവാന്റെ വലിയ ഭക്തർ, മഹാത്മാക്കളൊക്കെ അതിന് ദീർഘദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് പരിക്രമണം നടത്തും അല്ലേ. അത് ചെരുപ്പൊന്നും ഇടാണ്ട് വലിയ സാധനയായിട്ട്, നർമ്മദ പരിക്രമണമൊക്കെ പോലെ. അപ്പോൾ അവർ എന്താണ് ആ ഭാവന? ഞാൻ ഈ ഗോവർദ്ധനത്തിനെ പരിക്രമണം ചെയ്യുമ്പോൾ എൻ്റെ അഹങ്കാരത്തെ ആ വലിയ പർവ്വതത്തിൻ്റെ സാക്ഷിയായിക്കൊണ്ട് സമർപ്പിക്കുകയാണ് എന്നുള്ള ഭാവമാണ്. അപ്പം നമ്മൾക്ക് മനസ്സുകൊണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് അതിനെ പരിക്രമണം ചെയ്യാം. എങ്ങനെയുള്ള ഭാവത്തോടു കൂടി? എൻ്റെ അഹങ്കാരത്തെ ഞാൻ സമർപ്പിക്കുന്നു, അങ്ങ് ഇതിനെ നിസാരമായി എടുത്ത് ഇല്ലാണ്ടാക്കി തരണേ. ആ ഭാവന. ഗോവർദ്ധന ധൃതി ലീലാലാളിത ഗോപാലം പ്രണമത ഗോവിന്ദം പരമാനന്ദം. അടുത്ത ആറാമത്തെ ലക്ഷണം ഗോഭിർ നിഗദിത ഗോവിന്ദസ്ഫുടനാമാനം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോഭിർ നിഗദിത ഗോവിന്ദസ്ഫുടനാമാനം പ്രണമത ഗോവിന്ദം. എന്താണ്? അല്ലയോ ഭഗവാനെ, ഞാൻ എന്ത് ചെയ്യുന്നു? അങ്ങയെ ഗോഭിർ എന്ന് വെച്ചാൽ വാക്കുകളാൽ എന്നാണ്. ഗോഭിർ എന്ന വാക്കിൻ്റെ അർത്ഥം എനിക്കറിയാവുന്ന വാക്കുകളാൽ. ഭഗവത്പാദരുടെ ആ എളിമ കാണണം. ശങ്കരാചാര്യസ്വാമികൾ വാക്കുകൾ കൊണ്ട് അമ്മാനാടുന്ന ആളാണ്. അദ്ദേഹം പറയാണ്, അല്ലയോ ഭഗവാനെ, എൻ്റെ ഈ എളിയ വാക്കുകളാൽ ഗോഭിർ നിഗദിത, എൻ്റെ ഈ എനിക്കറിഞ്ഞൊന്നുമില്ല, അങ്ങ് ആരാന്നൊന്നും എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല, അങ്ങയെ അറിയാൻ ഞാൻ ശ്രമിക്കുകയാണ്. എൻ്റെ ബുദ്ധിക്കും എൻ്റെ കണ്ഠത്തിലും വരുന്ന ഈ എളിയ വാക്കുകളാൽ ഞാൻ അങ്ങയെ നമസ്കരിക്കുകയാണ്. അതാണ് ഗോഭിർ നിഗദിതം. ഈ എളിയ വാക്കുകളാൽ എന്താണ്? അങ്ങയുടെ സ്ഫുടനാമത്തെ. സ്ഫുടം എന്ന വാക്കിൻ്റെ അർത്ഥം ഈ സന്ദർഭത്തിൽ നിത്യമെന്നാണ്. അങ്ങയുടെ ഈ എന്നും നിലനിൽക്കുന്ന ഈ നാമത്തെ ഞാൻ എനിക്കറിയാവുന്നയൊക്കെ രീതിയിൽ വാക്കുകളാൽ സ്തോത്ര രൂപത്തിൽ അങ്ങക്ക് സമർപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി ഇത് പറയുന്നതെന്ന് വെച്ചാൽ, ഭഗവാൻ ശങ്കരാചാര്യസ്വാമികളുടെ അഹങ്കാരം കുറയാനല്ല, നമ്മൾക്കൊക്കെ ഉണ്ട്. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ തന്നെ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും നമുക്ക് കുറച്ച് 10 വാക്കുകൾ പറയാൻ അറിയാമെങ്കിൽ അതിൻ്റെ വലിയ ഗർഭം, അല്ലെങ്കിൽ ഒരു സഹസ്രനാമം ചൊല്ലാൻ പറ്റുമെങ്കിൽ അയ്യോ എന്തൊരു അഹങ്കാരമാണ്, എനിക്ക് മാത്രമേ ചൊല്ലാൻ. പിന്നെ മൈക്കിന് വേണ്ടി അടിയാണ്. ഇതിൽ വേണ്ടി ഞാനാണ് നന്നായിട്ട് ചൊല്ലുന്നത്, എൻ്റെ ശബ്ദമായിരിക്കണം കേൾക്കേണ്ടത്. അതായത് നമുക്ക് നാമം ചൊല്ലുന്നതിൽ പോലും ആ ഗർവം വരുന്നത്, അഹങ്കാരം ഉണ്ടാകും. സ്വാഭാവികമായിട്ടും നമ്മൾ പലയിടത്തും കാണാം. ഞാനൊന്നും പേരെടുത്ത് പറയേണ്ട, സ്പഷ്ടമായിട്ട് നമ്മൾ നമ്മുടെ ലോകത്ത് കാണുന്നതാണ് അല്ലേ.
അപ്പോൾ ഈ വാക്കുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടതെന്ന് ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഏതെങ്കിലും നാമം ചൊല്ലാൻ പറ്റുന്നത്. നിങ്ങൾക്ക് പല സന്ദർഭങ്ങളിലും ഇപ്പം മനസ്സിൽ ഓർമ്മയുണ്ടാവും. എല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണിത്. 10 നാമം ചൊല്ലാൻ അറിയാമെങ്കിൽ പിന്നെ ഞാനായി ലീഡർ. പിന്നെ ലീഡർ സ്ഥാനത്തിന് വേണ്ടിയുള്ള അടിയാണ്. പക്ഷെ ഇവിടെ ഭഗവത്പാദർ പറയാണ്, അങ്ങയുടെ ഈ നിത്യം നിലനിൽക്കുന്ന ഈ നാമം എനിക്ക് എൻ്റെ വാക്കുകളാൽ പറയാൻ സാധിക്കുന്നുണ്ടല്ലോ. അതിനവസരം തന്നത് അല്ലയോ ഭഗവാനെ അങ്ങാണ്. അതിനായിക്കൊണ്ട് എനിക്ക് 10 നാമെങ്കിലും ചൊല്ലാൻ സാധിച്ചല്ലോ, അത് അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ്. അതിനായിക്കൊണ്ട്, ഈ അവസരം തന്നതിനായിക്കൊണ്ട് പ്രണമത ഗോവിന്ദ, അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആചാര്യസ്വാമികൾ പറയണത്, എനിക്ക് അല്ലയോ ഭഗവാനെ ഈ സ്തോത്രത്തിലൂടെ, ഈ നാമങ്ങളിലൂടെ അങ്ങ് ആരെന്ന് അറിയാൻ സാധിക്കണേ. എഴുതാൻ സാധിച്ചല്ലേ ഈ സ്തോത്രം, അല്ലേ? ഞാൻ എഴുതേണ്ട കാര്യമൊന്നുമില്ല. അതാണ് സ്ഫുടം എന്ന വാക്കിൻ്റെ സ്ഫുടനാമാന. ഈ നാമം നിത്യമായിട്ടുള്ളതാണ്. ഞാൻ പുതിയൊരു സ്തോത്രം എഴുതി അയ്യോ ഭഗവാനെക്കുറിച്ച് ലോകത്തിനെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പും ഞാൻ ഇല്ലാണ്ടായാലും നാരായണൻ എന്ന നാമം എന്നും ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക, കോൺട്രിബ്യൂഷൻ എന്നൊക്കെ നമ്മൾ പറയില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ സ്തോത്രം ഞാൻ എഴുതിയിട്ട് ലോകത്തെ അങ്ങയുടെ മഹിമയൊന്നും എനിക്ക് വെളിപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. ഞാൻ എഴുതിയാലും ഞാൻ എഴുതിയില്ലെങ്കിലും അങ്ങയുടെ നാമം നിത്യമായി നിലനിൽക്കും. ഭഗവത്പാദരുടെ എളിമ നോക്ക്. എന്നാൽ കഴിയും വിധം, അതാണ് ഗോഭീർന്നിത്. എൻ്റെ ഈ എളിയ വാക്കുകളാൽ ഞാൻ അങ്ങക്ക് ഈ സ്തോത്രമാകുന്ന വാക്പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നു. അത് ദയവായി സ്വീകരിച്ചാലും. അപ്പം നമ്മളുടെ മനസ്സിലും ഈ ഭാവന ഉണ്ടാകും. ഒരു നാമമെങ്കിലും ഭഗവാനെ എത്രയോ പേര് സംസാരിക്കാൻ സാധിക്കാത്തവരുണ്ട്, അല്ലേ? തിരിയാത്തവരുണ്ട്, അല്ല പ്രായമാകുമ്പോൾ സംസാരശേഷി നഷ്ടപ്പെടുന്നവരുണ്ട്. ഭഗവാനെ എനിക്ക് ഈ പ്രായത്തിലും ഇത് ചൊല്ലാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങയുടെ അനുഗ്രഹമാണ്. ഈ അഹങ്കാരത്തിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയാണ് ഈ അർത്ഥം പറയുന്നത്. ഗോഭീർ നിഗദിത ഗോവിന്ദസ്ഫുടനാമാനം പ്രണമത ഗോവിന്ദം. അടുത്ത 7ാമത്തെ ലക്ഷണം ബഹുനാമാനം. ഞാനിവിടെ ഭഗവാനെ ഗോവിന്ദൻ എന്ന ഒറ്റ നാമത്തിനെ പിടിച്ചുകൊണ്ടാണ് ഈ കസർത്ത് മുഴുവൻ കാണിക്കുന്നത്. അങ്ങ് ഒറ്റ നാമത്തിലൊന്നും ഒതുങ്ങുന്നയാളല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്ന പരിപാടി, അല്ലെങ്കിൽ ഈ സ്തോത്ര രചന എന്നത് അതിസാഹസികമാണ്. അങ്ങ് ബഹുനാമങ്ങളോട് കൂടിയ ആളാണ്. ബഹുനാമം എന്ന് വെച്ചാൽ ഇൻഫിനിറ്റ് എന്നാണ്. ബഹു എന്ന് വെച്ചാൽ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര നാമങ്ങളോട് കൂടിയവനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എല്ലാ നാമങ്ങൾക്കും നാമിയായിരിക്കുന്നവനെ. അങ്ങക്ക് നമസ്കാരം. ആ അറിവ് എന്നിലുണ്ടാക്കണേ, എന്നെ അഹങ്കാരിയാക്കല്ലേ. ഈ ഗോവിന്ദാഷ്ടകം എന്ന സ്തോത്രം എഴുതി ഈ നാമത്തിൽ ഒതുക്കാൻ ഞാൻ അങ്ങയെ ശ്രമിക്കുകയാണ്. അത് ഞാൻ കാണിക്കുന്ന സാഹസികമാണ്, ഞാൻ ചെയ്യുന്ന തെറ്റാണ്. അങ്ങെന്താണ് ഒരു നാമത്തിലൊന്നും ഒതുങ്ങുന്നയാളല്ല, അനേകം നാമങ്ങളുള്ളവനാണ്. ആ അറിവ് എന്നിലുണ്ടാക്കണേ. അതിനായിക്കൊണ്ട് പ്രണമത ഗോവിന്ദം, ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു. ഗോഭിർനിഗദിത ഗോവിന്ദസ്ഫുടനാമാനം ബഹുനാമാനം. അടുത്തത് 8ാമത്തെ അവസാനത്തെ ലക്ഷണം ഗോചര ദൂരം. ഗോപി എന്ന് വെച്ചാൽ ഗോപികൾ, ഭഗവാന്റെ വൃന്ദാവനത്തിലുണ്ടായിരുന്നപ്പോഴുള്ള സുഹൃത്തുക്കൾ, അല്ലേ? ഗോചര ദൂരം എന്ന് വെച്ചാൽ അടുത്തിരുന്നാലും ഭഗവാനെ അങ്ങ് ഈ ലീലകൾ വീണ്ടും അങ്ങ്
നന്ദഗോപരുടെ യശോദ മാതാവിൻ്റെയും പുത്രനായി അവിടെ നിന്നപ്പോൾ അങ്ങക്ക് അനേകം ഗോപികൾ സുഹൃത്തുണ്ടായിരുന്നു. അവരോടൊപ്പം അങ്ങ് കളിക്കും, കുസൃതികൾ കാട്ടും, പല പല ലീലകൾ ചെയ്താലും യഥാർത്ഥത്തിൽ ഭഗവാനെ അങ്ങ് അവരിൽ നിന്നൊക്കെ എത്രയോ ദൂരെയാണെന്ന്. ഗോചര ദൂരം എന്ന് വെച്ചാൽ അഗോചരൻ, എത്രയോ ദൂരമാണെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? ഭഗവാൻ ഏതൊക്കെ ലീലകൾ ആടിയാലും ആരുടെയൊക്കെ കൂടെ ഇരുന്നാലും, എന്ത് രാസലീല ആയിക്കോട്ടെ, അതായിക്കോട്ടെ, ഇതായിക്കോട്ടെ, അവരോടൊപ്പം മാത്രമല്ലെന്ന്. അതാണ് ഉദ്ദേശിക്കുന്നത്. വൃന്ദാവനത്തിലുണ്ട്, വൃന്ദാവനത്തിൽ മാത്രമല്ല ഭഗവാൻ. അല്ലെങ്കിൽ ദ്വാരകയിലായിരുന്നപ്പോൾ ദ്വാരകയിൽ മാത്രം ഒതുങ്ങിയ ആളല്ല ഭഗവാൻ. അല്ലെങ്കിൽ ത്രേതായുഗത്തിൽ വന്നപ്പോൾ ത്രേതായുഗത്തിൽ മാത്രം ഒതുങ്ങിയ ആളല്ല ഭഗവാൻ. നൃസിംഹനായി വന്നപ്പോൾ ആ രൂപത്തിൽ മാത്രം ഒതുങ്ങിയ ആളല്ല ഭഗവാൻ. ദൂരം. ഇവിടെ ദൂരം എന്ന് വെച്ചാൽ വ്യാപകം എന്നാണ് അർത്ഥം, അല്ലാണ്ട് അകലെ എന്നുള്ള അർത്ഥമല്ല. അല്ലയോ ഭഗവാനെ, അങ്ങ് കൂടെ ഇരുന്ന് കളിച്ചാലും അങ്ങ് സർവവ്യാപിയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവ് എനിക്ക് ഉണ്ടാക്കി തരണേ. ആ തിരിച്ചറിവ് എന്നും എന്നിൽ നിലനിൽക്കണേ. അതിനായിക്കൊണ്ട് പ്രണമത ഗോവിന്ദം. ഒന്നുകൂടെ ചൊല്ലാം. ഇനി ഈ അർത്ഥങ്ങൾ മനസ്സിലോർത്തുകൊണ്ട്, ലീലകൾ ഓർത്തുകൊണ്ട് ഭഗവാനോട് പ്രണമിച്ചുകൊണ്ട് ചൊല്ലാം. ഗോപാലം ഭൂലീലാ വിഗ്രഹ ഗോപാലം കുലഗോപാലം ഗോപീഖേലന ഗോവർദ്ധന ധൃതി ലീലാലാളിത ഗോപാലം ഗോഭിർനിഗദിത ഗോവിന്ദസ്ഫുട നാമാനം ബഹുനാമാനം ഗോപീ ഗോചരധൂരം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. നമുക്ക് അടുത്ത ശ്ലോകത്തിൻ്റെ അന്വയം കാണാം. വ്യാഖ്യാനം നമുക്ക് നാളെ കാണാം. 5-ാമത്തെ ശ്ലോകം. ഗോപീമണ്ഡല ഗോഷ്ഠീഭേദം 1-ാമത്തെ ലക്ഷണമാണ്. പ്രണമത ഗോവിന്ദം. ഗോപീമണ്ഡല ഗോഷ്ഠീഭേദം, ഇത് രാസലീലയാണ്. അടുത്ത വർണ്ണന ഗോപീമണ്ഡല ഗോഷ്ഠീഭേദം. അടുത്തത് ഭേദാവസ്ഥം പ്രണമത ഗോവിന്ദം. ഭേദാവസ്ഥം 2-ാമത്തെ ലക്ഷണം. അവിടെ മേളിൽ 1, 2 സമയം ഉണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ ഇടുക. ഭേദാവസ്ഥം പ്രണമത ഗോവിന്ദം. അടുത്ത 3-ാമത്തെ ലക്ഷണം അഭേദാഭം. അഭേദാഭം പ്രണമത ഗോവിന്ദം. 4-ാമത്തെ ലക്ഷണം, ആ പാദം മുഴുവൻ, ആ ലൈൻ മുഴുവനുണ്ട്. ശശ്വത് ഗോഘുര നിർദൂത ഉദ്ഗത. സൈലന്റ് ആണ് അവിടെ. നിർദൂതോദ്ഗത ഉണ്ട് അവിടെ. ശശ്വത് ഗോഘുര നിർദൂത ഉദ്ഗത ധൂളി ദൂസര സൗഭാഗ്യം. ശശ്വത് ഗോഘുര നിർദൂതോദ്ഗത ധൂളി ദൂസര സൗഭാഗ്യം. 4-ാമത്തെ ലക്ഷണം. അടുത്ത 5-ാമത്തെ ലക്ഷണം ശ്രദ്ധാഭക്തി ഗൃഹീത പ്രണമത ഗോവിന്ദം. ശ്രദ്ധാഭക്തി ഗൃഹീത പ്രണമത ഗോവിന്ദം. 5-ാമത്തെ ലക്ഷണം. അടുത്ത 6-ാമത്തെ ലക്ഷണം ആനന്ദം. ശ്രദ്ധാഭക്തി ഗൃഹീത, അടുത്തത് ആനന്ദം പ്രണമത ഗോവിന്ദം.
ആനന്ദസ്വരൂപനെ പറയും. ആനന്ദസ്വരൂപി പ്രണമതം. 7ാമത്തെ ലക്ഷണം അചിന്യം. അചിന്യം പ്രണമത ഗോവിന്ദം. 8ാമത്തെ ലക്ഷണം ചിന്തിത സദ്ഭാവം. ചിന്തിത സദ്ഭാവം പ്രണമത ഗോവിന്ദം. എത്ര തവണയാണ് നമ്മളെ കൊണ്ട് നമസ്കരിപ്പിക്കുന്നത് നോക്കൂ. ഇപ്പം തന്നെ 8 തവണയായി. ചിന്തിത സദ്ഭാവം പ്രണമത ഗോവിന്ദം. 9ാമത്തെ നമസ്കാരം എന്താണ്? ചിന്താമണി മഹിമാനം. ചിന്താമണി മഹിമാനം പ്രണമത ഗോവിന്ദം. 9 ലക്ഷണങ്ങളാണ്. ഒന്നുകൂടെ പറയാവേ, ജസ്റ്റ് ഒന്ന് നോക്കുക. ഗോപീമണ്ഡല ഗോഷ്ഠീഭേദം പ്രണമത ഗോവിന്ദ. ഭേദാവസ്ഥം പ്രണമത ഗോവിന്ദ. അഭേദാഭം പ്രണമത ഗോവിന്ദ. ശശ്വത് ഗോഘുര നിർദൂതോദ്ഗത ധൂളീദൂസര സൗഭാഗ്യം പ്രണമത ഗോവിന്ദ. ശ്രദ്ധാഭക്തി ഗൃഹീത പ്രണമത ഗോവിന്ദ. ആനന്ദം പ്രണമത ഗോവിന്ദം. അചിന്യം പ്രണമത ഗോവിന്ദ. ചിന്തിത സദ്ഭാവം പ്രണമത ഗോവിന്ദം. ചിന്താമണി മഹിമാനം പ്രണമത ഗോവിന്ദം. നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോപീമണ്ഡല ഗോഷ്ഠീഭേദം ഭേദാവസ്തമഭേദാഭം. ശശ്വത് ഗോഘുര നിർദൂതോദ്ഗത ധൂളീദൂസര സൗഭാഗ്യം. ശ്രദ്ധാഭക്തി ഗൃഹീതാനന്ദമചിന്യം ചിന്തിത സദ്ഭാവം. ചിന്താമണി മഹിമാനം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഒന്നുകൂടെ ചൊല്ലാം. ഗോപീമണ്ഡല ഗോഷ്ഠീഭേദം ഭേദാവസ്തമഭേദാഭം. ശശ്വത് ഗോഘുര നിർദൂതോദ്ഗത ധൂളീദൂസര സൗഭാഗ്യം. ശ്രദ്ധാഭക്തി ഗൃഹീതാനന്ദമചിന്യം ചിന്തിത സദ്ഭാവം. ചിന്താമണി മഹിമാനം പ്രണമത ഗോവിന്ദം പരമാനന്ദം. നമുക്ക് 4-5 ശ്ലോകം ഒരുമിച്ച് പാരായണം ചെയ്യാം. വ്യാഖ്യാനം നമുക്ക് നാളെ കാണാം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോപാലം ഭൂലീലാവിഗ്രഹ ഗോപാലം കുലഗോപാലം. ഗോഭീഖേലന ഗോവർദ്ധന ധൃതി ലീലാലാളിത ഗോപാലം. ഗോഭിർനിഗദിത ഗോവിന്ദസ്ഫുട നാമാനം ബഹുനാമാനം. ഗോപീ ഗോചര ദൂരം പ്രണമത ഗോവിന്ദ പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോപീമണ്ഡല ഗോഷ്ഠീഭേദം ഭേദാവസ്തമഭേദാഭം. ശശ്വത് ഗോഘുര നിർദൂതോദ്ഗത ധൂളീദൂസര സൗഭാഗ്യം. ശ്രദ്ധാഭക്തി ഗൃഹീതാനന്ദമചിന്യം ചിന്തിത സദ്ഭാവം. ചിന്താമണി മഹിമാനം
പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ 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 ഗോവിന്ദം പരമാനന്ദം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ മൃതം ഗമയ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.